അവർ മൂന്നും ലക്ഷ്മി ഇരിക്കുന്ന ഡോർ ഭാഗത്തേക്ക് നടന്നു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അഭി പുറത്തേക്ക് ഇറങ്ങി. ഹലോ ബ്രോ. അല്ല, എന്താ പ്രശ്നമൊന്ന് പറഞ്ഞില്ലല്ലോ. അത് ചോദിക്കാൻ ഞാൻ മറന്നു. വല്ല വിധേനയും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ടാണേ. അവന്മാർ ഡോറ് തുറക്കാൻ തുടങ്ങിയതും അഭി തടസ്സം പോലെ പിടിച്ചു. സാറിനോട് പറയേണ്ട ആവശ്യമില്ല. ഈ രാത്രി ഒരാൾ വേണം, അത്രയല്ലേ വേണ്ടൂ. അതിനു പറ്റിയ ആളെ ഞങ്ങളുടെ ബോസ് ഇപ്പൊ പറഞ്ഞു വിടും. ഗുണ്ടകളിൽ ഒരുത്തൻ ഫോൺ എടുത്തു. ഇപ്പൊ വരും സാറേ. ഓ, ഈ പരിപാടിക്ക് ബോസും ഉണ്ടോ? കൊള്ളാലോ. ആ, എന്തായാലും ആ മുതൽ വരട്ടെ. അതുവരെ നമുക്ക് സൊറ പറഞ്ഞിരിക്കാം. അവൻ ഡോറിൽ ചാരി നിന്ന് ഗ്ലാസ്സിൽ തട്ടി. ലക്ഷ്മി കണ്ണുകൾ തുറന്നു. ഗ്ലാസ് താഴ്ത്താൻ കൈ കാണിച്ചതും അവൾ ഗ്ലാസ് താഴ്ത്തി. നീ ഉറങ്ങുവാണോടി? എനിക്കുള്ള ആള് ഇപ്പം വരും. അപ്പം നിനക്ക് പോകാം. എന്താ? അവളുടെ കണ്ണുകൾ കൂർത്തു വന്നു. പോകണ്ട എങ്കിൽ പറയ്. എനിക്ക് ആ ആള് വേണ്ട, നീ മതി. എന്താ? ലക്ഷ്മി തല താഴ്ത്തി. ദൂരെ പാർക്ക് ചെയ്ത കാറിൽ നിന്ന് വരുന്നവളിൽ അഭിമന്യുവിൻ്റെ കണ്ണുകൾ പതിച്ചു. സീതാ ലക്ഷ്മി, പോകാൻ റെഡി ആയിക്കോ. എനിക്ക് ആ വരുന്ന ആൾ മതി. ലക്ഷ്മി അന്തിച്ചു പോയി. താര, ഇവരും ഉണ്ടോ ഇപ്പോഴും ഈ ബന്ധം? അവൾ അഭിമന്യുവിന് മുന്നിൽ നിന്നു. പോകാം. വൈ നോട്ട്? അടുത്ത് നിന്ന ഗുണ്ടയുടെ ചെവി പൊട്ടുമാറ് ഒറ്റ അടിയായിരുന്നു. ഇതാണോ നീ പറഞ്ഞ സാധനം? ഈ അമ്മച്ചിയെ ആർക്ക് വേണം? വിളിച്ചോണ്ട് പോടാ. താര വിൻഡോ വഴി ലക്ഷ്മിയെ പിടിക്കാനായി കൈയിട്ടതും ആ കൈയിൽ അവൻ പിടുത്തമിട്ടു. ഷോ, മാഡം ആള് കൊള്ളാലോ. പുട്ടിയും ഇട്ട് നടന്നാൽ അമ്മച്ചിക്ക് 18 വയസ്സിൽ കുറച്ചേ തോന്നിക്കൂ. ആ കയ്യെ അവൻ തിരികിയതും താര നിന്ന് തുള്ളി. നിന്റെ ബോസിനോട് ഒന്ന് ഇത്രടം വരെ വരാൻ പറ. ഇങ്ങനെ മറഞ്ഞിരുന്ന് കളിക്കുന്നത് ആണുങ്ങൾക്ക്, സോറി പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയാണോ? അവൻ താരയെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. അവൾ റോഡിൽ മറിഞ്ഞു വീണു. ഗുണ്ടകൾ പാഞ്ഞു വരുന്നുണ്ട്. യോ വെയിറ്റ്, പാവം കൊച്ചമ്മേ, ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കൂ. ശരീരം ഇളകി ഇളകി ചീർത്തിരിക്കുക. കണ്ടില്ലേ എഴുന്നേൽക്കാൻ പെടാപ്പാടുപെടുന്നത്? ഗുണ്ടകളെ നോക്കി അവൻ കൈ ഉയർത്തി. തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി. അവൾ അവനിൽ തന്നെ മിഴികൾ ഊന്നി പകച്ചിരിക്കുവാണ്. ആരാടി ഇവര്? നീ ഇത്രയ്ക്കും കൂടിയ ആളാണോ? കോട്ടും ഷർട്ടിൽ ഹാങ് ചെയ്തിരുന്ന കൂളിംഗ് ഗ്ലാസും ഊരി മാറ്റി. കയ്യിൽ കിടന്ന ലെതർ വാച്ചും എല്ലാം കൂടി ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തു. സൂക്ഷിക്കണേ, ലക്ഷങ്ങൾ വില വരുന്ന വാച്ചാ. എൻ്റെ ഗേൾ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ചിരി. ഗ്ലാസ് അടക്കി. പെട്ടെന്ന് ചിരി മാറി അവിടെ ഗൗരവം നിറഞ്ഞു. പാഞ്ഞു വരുന്ന ഒരു ഗുണ്ടയ്ക്ക് നേരെ കാലുയർന്നു. അവൻ തെറിച്ചു ചെന്ന് നടു റോട്ടിൽ വീണു. അടുത്തവൻ്റെ കൈ ഉയരുന്നതിന് മുന്നേ നെഞ്ചിൻ കൂടിലാണ് അഭിമന്യുവിൻ്റെ കൈമുഷ്ടി പതിച്ചത്. അവൻ ആ നിൽപ്പ് നിന്നുപോയി. അടുത്തവൻ അലറി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അഭി കൈയൊന്ന് കുടഞ്ഞു. മീശ പിരിച്ച് കാറിനുള്ളിലിരിക്കുന്നവളെ നോക്കി. അവൾ കണ്ണും മിഴിച്ചിരിക്കുവാണ്. ലക്ഷ്മിയിൽ നിന്നും നോട്ടം മാറ്റാതെ അടുത്തു വന്ന ഗുണ്ടയുടെ കയ്യിലിരുന്ന കത്തിയിൽ അവൻ കയറി പിടിച്ചതും കൈയൊന്ന് മുറിഞ്ഞു. സാർ, ലക്ഷ്മി ഉറക്കെ വിളിച്ചുകൊണ്ട് ഡോർ തുറക്കാൻ തുടങ്ങിയതും അവൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയില്ല. ആ ഗുണ്ടയെ നിലത്തിട്ട് ചവിട്ടി ചതച്ചു. കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കുറച്ചു ദൂരം നടന്നു. ദേ, എൻ്റെ ശരീരം വേദനിപ്പിച്ചാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും. ഗുണ്ടകൾ അവശരായി അവിടെ കിടന്നു. അങ്ങ് ദൂരെയായി കിടക്കുന്ന കാറിനടുത്തേക്ക് അവൻ നടക്കാൻ തുടങ്ങിയതും ആ കാറ് സ്റ്റാർട്ടായി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അച്ചച്ചോ, ബോസ് പേടിച്ചോടി. ഇനി മാഡം എങ്ങനെ പോകും? അവൻ പുച്ഛത്തിൽ താരയ്ക്ക് അടുത്തേക്ക് വന്നു. അവൾ അവനെ തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്നുണ്ട്. സീതാലക്ഷ്മിക്ക് നേരെ ഇനി നീയോ നിന്റെ ബോസോ വന്നാൽ എൻ്റെ രീതികൾ മാറും. അവൻ താരയ്ക്ക് നേരെ വിരൽ ചലിപ്പിച്ചു. അഭിമന്യുവിൻ്റെ രക്തവർണമായ കണ്ണിലേക്ക് നോക്കി പേടിയോടെ അവൾ പിന്നിലേക്ക് നീങ്ങി. ദേ, ഇവന്മാരെ കൂടിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയിക്കോ. നിനക്ക് ഇവരാണ് പറ്റിയത്. നമ്മളെ വിട്. അവൻ തലമുടിയിലെ വെള്ളം ഇടത് കൈകൊണ്ട് തട്ടിമാറ്റി. വലം കൈയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ട്. അവൻ കൈ കുടഞ്ഞു. കാറിൽ കയറ് മുന്നേ എല്ലാവരെയും ഒന്നുകൂടി നോക്കി. സാർ, പേടിയോടെ ലക്ഷ്മി അവൻ്റെ കയ്യിൽ പിടിച്ചു. ചോര? അത് സാരമില്ല, നമുക്ക് പോകാം. നല്ല മഴയാ. അവൻ ദേഷ്യപ്പെട്ടില്ല. അത് അവൾക്ക് വലിയ ആശ്വാസമായി.
പെട്ടെന്ന് ഡാഷ് ബോർഡ് തുറന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കുന്നവളെ ഇമ ചിമ്മാതെ നോക്കി. ചോര തുടച്ചു നീക്കി. മരുന്ന് വെച്ച് കൊടുക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ കൊതിക്കുന്നു അവൻ്റെ ഉള്ളം. സീതാലക്ഷ്മി. കൈ ഡ്രസ്സ് ചെയ്യുമ്പോൾ വേദനയോടെ അവൻ വിളിച്ചു. അവൾ തല ഉയർത്തി. അഭി അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിലേക്കാണ് നോക്കിയത്. സോറി സാർ. നത്തിങ് യാ. അഭി കൈ മാറ്റി സ്റ്റിയറിങ്ങിൽ കൈ വെച്ചതും എരിവ് വലിച്ചു. ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ആ, ഇപ്പം കയ്യെ മുറിഞ്ഞിട്ടുള്ളൂ, ഇനി ജീവൻ കളയാനാണോ? അവൾ അവനെ രൂക്ഷമായി നോക്കി. ആരാ അവര്? ആ സ്ത്രീ ഏതാ? ആ കാറിലുണ്ടായിരുന്ന അവരുടെ ബോസ് ആരാ? അവളൊന്നും പറഞ്ഞില്ല. നിനക്കെന്താടി, ചെവി കേട്ടൂടെ? എന്നെ കൊല്ലാനായിട്ടാണോ കൂടെ കൂടിയത്? അവരെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ വരുന്നില്ല എന്ന്. സാറല്ലേ നിർബന്ധിച്ച് കൊണ്ടുവന്നത്? പെട്ടെന്ന് അവൾ പറയുമ്പോൾ അവൻ തലകുലുക്കി. പല്ല് കടിച്ചു പിടിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. പച്ചക്കള്ളം. ഇല്ല സാർ, സത്യാണ്. അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്ന് കയറുന്നു. നീ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരവുണ്ട്. അവൾ അവൻ്റെ കണ്ണിലേക്കാണ് നോക്കിയത്. ഇവർ നിന്റെ പിന്നാലെ വരുമെന്ന് അറിയാമായിരുന്നു. അതാണ് നൈറ്റ് എൻ്റെ ഒപ്പം വരുന്നില്ല എന്ന് പറഞ്ഞത് അല്ലേ? പ്ലീസ് സാർ, ഇതെൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് ഒരു അന്യ പുരുഷനുമായി ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓ, ദാറ്റ്സ് കറക്റ്റ്. ബട്ട് ഞാനില്ലായിരുന്നാൽ കാണാമായിരുന്നു തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് എന്നോട് കാണിക്കുന്ന ഈ അഹങ്കാരം അവിടെ ചിലവാകില്ല. അവൾ തല താഴ്ത്തി. ശരിയാണ്, രാവണനാണേലും രക്ഷിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേടി? ആ, ഉള്ള കാര്യം പറയുമ്പോൾ എന്തു മറുപടി തരാൻ അല്ലേ? അവൻ സ്റ്റിയറിങ്ങിൽ അമർത്തി പിടിക്കുമ്പോൾ മുറിവിൽ നിന്നും രക്തം ചീന്തി. സാർ, ചോര. വല്ലാത്ത വേദനയിൽ അവളുടെ തൊണ്ട ഇടറി. ചോര എൻ്റെ കയ്യിൽ നിന്നല്ലേ വരുന്നത്? വരട്ടെ, അന്യപുരുഷൻ. അഭിയുടെ മനസ്സ് അവൾ പറഞ്ഞ ആ വാക്കിൽ മാത്രം കുടുങ്ങിപ്പോയത് അവൻ അറിഞ്ഞതേയില്ല. പെട്ടെന്ന് കാറ് നിന്നു. യാദവ് വീണ്ടും വന്നോ? അവൾ മുന്നിലേക്ക് നോക്കി. ഒരു വലിയ മരം കടപുഴകി റോഡിന് കുറുകെ കിടക്കുന്നു. മറ്റു വണ്ടികൾ തിരിച്ചു പോകുന്നുണ്ട്. അവൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു. സാർ, ഇനി എങ്ങനെ പോകും? വേറെ വഴിയില്ലേ? ഉണ്ട്, പക്ഷെ അവിടെയും ഇതേ അവസ്ഥയാകും. നല്ല മഴയല്ലേ? അവൻ കാറ് റിവേഴ്സ് എടുത്തു. ഇടിമിന്നൽ ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വലിയ ശബ്ദത്തിൽ പതിച്ചു. അവൾ പേടിയോടെ ഗിയറിലിരുന്ന അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ അടച്ചു. അഭിയുടെ ഹൃദയം ആ നിമിഷം ഇതേവരെ അറിയാത്ത വികാരത്തെ തേടി പോകുന്നുണ്ട്. കാറ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ അവളെ തല ചരിച്ചു നോക്കി. കൈ ഇപ്പോഴും അവൻ്റെ കൈക്ക് മേലെ തന്നെയാണ്. ആശ്രയം എന്ന പോലെ പിടിച്ച കയ്യെ തട്ടി മാറ്റാനോ മറ്റൊരർത്ഥത്തിൽ മുറുകെ പിടിക്കാനോ അവന് തോന്നുന്നില്ല. എന്താ ഇപ്പോൾ ഇങ്ങനെ? അഭിമന്യു ഒരിക്കലും ഇങ്ങനെ അല്ല. ചിന്താക്കുഴപ്പത്തോടെ കാർ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ നിർത്തി. ഹോൺ നീട്ടിയടിച്ചു. ലക്ഷ്മി ഞെട്ടിത്തരിച്ചു പോയി. എത്തിയോ? ചുറ്റിനും നോക്കുമ്പോൾ അവളുടെ ശരീരം വിറയ്ക്കുന്നത് പോലെ. സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നിട്ടു. എവിടെയായിരുന്നടോ? ദേഷ്യത്തോടെ പ്രായം ചെന്ന ആ മനുഷ്യനു നേരെ അവൻ കയർത്തു. അയാളുടെ ദയനീയമായ മുഖം. ലക്ഷ്മിക്ക് വേദന തോന്നി. എൻ്റെ അച്ഛനോടും ഇതുപോലെ എത്രയോ പേർ പെരുമാറുന്നുണ്ടാവും. അത് സാർ, മഴയല്ലേ? മഴയത്തെന്താ? ആരേലും ഉണ്ടോ? സെക്യൂരിറ്റിയുടെ റൂമിലേക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ചെന്നു. സാർ. അയാൾ തല താഴ്ത്തി പിടിച്ചു. മിസ്റ്റർ അഭിമന്യു, ഇത് നല്ല സ്വഭാവമല്ല. ആ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഡീ, നീ എന്താ വിളിച്ചേ? അവൻ സെക്യൂരിറ്റിക്ക് നേരെ പോകാൻ എന്ന പോലെ കൈകാട്ടി. എൻ്റെ സ്റ്റാഫായിട്ടുള്ള ആരവല്ലാതെ ഇതേവരെ ആരും എൻ്റെ പേര് വിളിച്ചിട്ടില്ല. ആദ്യമായാ നീ. നിങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് ശമ്പളം കൈപ്പറ്റി പറയുന്നതെല്ലാം അനുസരിക്കാൻ ഞാൻ അഭിമന്യുവിൻ്റെ അടിമയല്ല. അവൻ ദേഷ്യത്തിൽ അവൾക്കടുത്തേക്ക് നീങ്ങി മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു. ഞാൻ വിചാരിച്ചാൽ ഈ നിമിഷം നീ എൻ്റെ അടിമയാകും. കാണണോ? ലക്ഷ്മിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവൻ പുറത്തേക്കിറങ്ങി. അവളുടെ വശത്തെ ഡോർ തുറന്നു പിടിച്ചു. ഇതെൻ്റെ ഗസ്റ്റ് ഹൗസാണ്. വെൽക്കം ഝാൻസി റാണി. അവൻ്റെ ചുണ്ടുകൾ കോടി. അവൾ സീറ്റിൽ അമർത്തി പിടിച്ചു. ട്രാപ്പായിരുന്നു ഈശ്വര എന്നെ ഇയാള്. ലക്ഷ്മി, ഭയക്കാൻ പാടില്ല. വാശിയോടെ കാറിൽ നിന്ന് ഇറങ്ങി.
സെക്യൂരിറ്റി ഗേറ്റ് അടച്ചു. അയാൾ അവളെ നോക്കുന്നുണ്ട്. മോനായിരുന്നോ? വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. കരുണാകരൻ മാമ ഒരു കുടയും എടുത്ത് സ്റ്റെപ്പുകൾ ഇറങ്ങി. അവൻ ആ കുട വാങ്ങി. ദൂരെ മാറി നിൽക്കുന്നവളുടെ ഇടുപ്പിൽ കൈവച്ചു. അവൻ്റെ തണുത്തുറഞ്ഞ കൈ സാരിക്ക് മേലെ അമർന്നതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. സാർ. അവളെ തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചതും ലക്ഷ്മിയുടെ കണ്ണുകൾ കത്തി ജ്വലിച്ചു. വിടടോ എന്നെ. നോ. ആ അമ്മച്ചിയേക്കാൾ എനിക്കിഷ്ടം നിന്നെയാ. നമുക്ക് ഈ രാവങ്ങ് അടിച്ചു പൊളിക്കാം. എത്ര നാളായെന്നറിയോ? അവൻ്റെ വഷളൻ ഭാവം. സിറ്റൗട്ടിൽ തങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന ആളിനെ വകവയ്ക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തി. വൃത്തികെട്ടവൻ. വെറുപ്പോടെയാണ് അവൾ പറഞ്ഞത്. അതൊക്കെ അങ്ങ് മാറും. ഈ രാവ് പുലരുമ്പോൾ നീ ഇത് തിരുത്തി പറയും. അവൾ കുതറി. ഞാൻ ഓടിയൊന്നും പോവില്ല. കൈ എടുക്ക അഭിമന്യു. ഇടുപ്പിലിരിക്കുന്ന അവൻ്റെ കൈ മുറുകിയതല്ലാതെ അയഞ്ഞില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ താങ്ങില്ല ജാൻസി റാണി. അവന് മുന്നിൽ തോറ്റു പോയതുപോലെ ആ നെഞ്ചിലേക്ക് ചേർന്ന് ഒരു കുട കീഴിൽ മുന്നിലേക്ക് നടക്കുമ്പോൾ മഴത്തുള്ളികൾ ഒന്നുപോലും അവളെ ചുംബിക്കാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. സിറ്റൗട്ടിലേക്ക് കയറിയതും അഭി കൈ മാറ്റി. മോൻ നനഞ്ഞല്ലോ. ഞാൻ ടവൽ എടുത്തിട്ട് വരാം. പനിയോ മറ്റോ പിടിക്കും. വേണ്ട മാമേ, 2 ചൂട് കോഫി മതി. അവൻ സെറ്റിയിൽ നീണ്ടു നിവർന്നിരുന്നു. എന്താ, രക്ഷപ്പെടാനുള്ള മാർഗം തേടുവാണോ? അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാതെ ആ നിൽപ്പ് നിന്നു. കഴിയില്ല. ഇവിടെ നീ പെട്ടുപോയി. മതിൽ ചാടാമെന്ന് വെച്ചാൽ മതിൽക്കെട്ടിൻ്റെ ഉയരം നിന്റെ ഇരട്ടിയാണ്. പിന്നെയുള്ളത് ഗേറ്റാണ്. ഞാൻ പറയാതെ സെക്യൂരിറ്റി ഗേറ്റ് തുറക്കില്ല. ലക്ഷ്മിക്ക് ഒരു കുലുക്കവും ഇല്ല. കരുണാകരൻ ഒരു കപ്പ് കോഫി അവൾക്ക് നേരെ നീട്ടി. അഭിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അത് വാങ്ങി. മോളുടെ പേരെന്താ? അയാൾ ചോദിച്ചു. സീതാലക്ഷ്മി. എൻ്റെ ആണ് മാമേ. അവനാണ് പറഞ്ഞത്. ഷർട്ടൊക്കെ നനഞ്ഞല്ലോ മോനെ. അയ്യോ, കൈക്ക് എന്താ പറ്റിയേ? ഏയ്, അതൊന്നുമില്ല. മാമ പോയി കിടന്നോ? അയാൾ പരിങ്ങലോടെ നിന്നു. അവൻ്റെ കൂർത്ത നോട്ടം. കരുണാകരൻ തൻ്റെ റൂമിലേക്ക് പോയി. വാ, അഭി വിളിച്ചു. ദൈവമേ, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാണ്ട് പോയല്ലോ. അവനൊപ്പം നടന്നു. ഈ റൂം ഇഷ്ടായോ? ഇല്ലേൽ പറയണം. നല്ല സൗകര്യമുള്ള റൂം തന്നെ നിനക്ക് തിരഞ്ഞെടുക്കാം. ഇഷ്ടായി. ഇത് മതി. ഭയമേതുമില്ലാതെ അവളുടെ ഉറച്ച വാക്ക്. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. ഈശ്വര, ഡോർ ലോക്കിടാൻ പോവുകയാണോ? അവളുടെ ഉള്ളം പൊട്ടിച്ചിതറാൻ തുടങ്ങി. സാർ എവിടെ പോവാ? പെട്ടെന്ന് ചോദിച്ചു പോയി. അവൻ പുഞ്ചിരിയോടെ നിന്നു. തല ചരിച്ചു. കൂടെ കിടക്കാൻ ആള് വേണോ? ഒറ്റയ്ക്ക് ഉറങ്ങാൻ ലക്ഷ്മിക്ക് പേടിയുണ്ടോ? അവൾ കണ്ണ് രണ്ടും തള്ളി പിടിച്ചു നിൽക്കുന്നു. ഞാൻ മേലെ ഉണ്ടാവും. എൻ്റെ റൂം അവിടെയാ. എന്തേലും ഉണ്ടേൽ വിളിച്ചാൽ മതി. നമ്പർ ഉണ്ടല്ലോ. അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ആ രൂപം കണ്ണിൽ നിന്നും മറയുന്നതും നോക്കി നിന്നു. ഇയാൾക്ക് വട്ടാണോ? ഇത്രയും നേരം എന്നെ പേടിപ്പിച്ചതായിരിക്കുമോ? രാവണൻ്റെ സ്വഭാവം ഓന്തിനെ പോലെയാ. എപ്പം മാറുമെന്ന് പറയാൻ പറ്റില്ല. അവൾ ഓടിച്ചെന്ന് വാതിൽ കുറ്റിയിട്ടു. അതിൽ ചാരി കണ്ണുകൾ അടച്ചു നിന്നു. കരുണാകരൻ ഫോണും പിടിച്ചു നിന്നു. സാർ, ഞാൻ എന്താ ചെയ്യേണ്ടേ? എന്നോട് റൂമിൽ പോയിക്കോളാൻ പറഞ്ഞു. എന്നാലും ഞാൻ പുറത്തിറങ്ങി നോക്കി. ആ കുട്ടി താഴത്തെ റൂമിലാ, മോൻ മേലെയും. മാമ ഇന്ന് റൂമിൽ കിടക്കണ്ട. ഈ ഒരു രാത്രി ഉറങ്ങാതെ ഹാളിൽ ഇരിക്കാൻ പറ്റുമോ? അതർവാണ് മറുവശത്ത്. കുഞ്ഞേ, പ്ലീസ്. അവൻ താഴേക്ക് വരുന്നതായി തോന്നിയാലോ, അഭിയുടെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞാലോ എനിക്കൊരു മിസ് കോൾ. ആ നിമിഷം ഞാൻ അവിടെ എത്തും. മോനെ, എനിക്കെന്തോ പേടി പോലെ. ഇത്രയും ദൂരം കടന്ന് കുഞ്ഞെങ്ങനെ ഇങ്ങി വരും? ഫോണിൽ കൂടി അവൻ്റെ ചിരി ഉയർന്ന് കേൾക്കാം. അത്ര ദൂരമൊന്നുമില്ല. 1 കിലോമീറ്റർ ഇപ്പുറം ഞാനുണ്ട്. ലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കരുത്. അവൻ കാരണം. ഹോ, സമാധാനമായി. ഉറങ്ങത്തില്ല കുഞ്ഞെ. ഇന്ന് ആ മോൾക്ക് കാവലിരിക്കാം. അവൻ്റെ കയ്യിലെ മുറിവ് ആഴമുള്ളതാണോ മാമ? അത്ര കുഴപ്പമില്ല മോനെ. കത്തിയോ മറ്റോ കൊണ്ട് മുറിഞ്ഞതാ. ഒരു പുഞ്ചിരിയോടെ അഥർവ് കോൾ കട്ട് ചെയ്തു. അടുത്തിരിക്കുന്ന വർമ്മയെ നോക്കി. അയാൾക്ക് വെപ്രാളമാണ്. അച്ഛാ, ഒരു പേടിയും വേണ്ട. അച്ഛൻ കണ്ടതല്ലേ ലക്ഷ്മിക്ക് വേണ്ടി അവൻ നടു റോട്ടിൽ ഇതുപോലെ തൻ്റെ ഇമേജ് കളഞ്ഞ് അഭിമന്യു എന്ന ബിസിനസ്സുകാരൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? 4 ആൾക്കാരുടെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്നവൻ. PS-ൻ്റെ ഡ്രസ് കോഡ് പോലും അവൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാതെ ലക്ഷ്മിയെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തില്ലേ ഈ ഒരാഴ്ച?
അഭിയുടെ ഉള്ളിലെ സ്നേഹമാ ഇങ്ങനെ പുറത്തു വരുന്നത്. ശരിയാ മക്കളെ ആദി, പക്ഷേ അവൻ്റെ മമ്മയുടെ സ്വഭാവം എപ്പോൾ കാണിക്കും എന്ന് പറയാൻ പറ്റില്ല. അവൾക്കാണേൽ നാവിനെല്ലില്ല. അതുപോലെയാ അഭിക്കും. ഇന്ന് ഫംഗ്ഷനിൽ എന്തൊക്കെ പറഞ്ഞു കാണും. ആ കൊച്ച് എല്ലാം ക്ഷമിക്കുന്നതാ. അതിൻ്റെ ബുദ്ധിമുട്ട് അത്ര കാണും. എല്ലാം ശരിയാകും. അച്ഛൻ കിടന്നു. ഇന്ന് ഞാൻ ഉറങ്ങില്ല. അവൻ്റെ പ്രാണനായി അവൾ മാറുന്നതുവരെ അവർക്ക് പിന്നാലെ ഒരു കണ്ണു വേണം. പിന്നീട് അതിൻ്റെ ആവശ്യം വരില്ല. അഭി ബാൽക്കണിയിലേക്ക് ഇറങ്ങി. വർമ്മ അവനെ തന്നെ നോക്കിയിരുന്നു. ഒരാൾക്ക് അമ്മയുടെ സ്നേഹം കിട്ടി, മറ്റൊരാൾക്ക് അച്ഛൻ്റെ സ്നേഹവും. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അഭിക്ക് അച്ഛനെയും അമ്മയെയും കിട്ടി. പക്ഷേ എൻ്റെ ആദിക്ക് അമ്മയുടെ വാത്സല്യം കിട്ടിയില്ല. അച്ഛനെ സ്നേഹിച്ചതാ അവൻ ചെയ്ത തെറ്റ്. രണ്ടു മക്കളെയും ഒരുപോലെ സ്നേഹിക്കാൻ ഇന്ദുവിനെന്താ കഴിയാത്തത്? അഭിക്കും ആദിയോട് ഒരകൽച്ചയുണ്ട്. എന്നെങ്കിലും രണ്ടു മക്കളും ഒരുമിച്ചിരുന്ന് ചിരിയോടെ സംസാരിക്കുന്നത് കണ്ടു മരിക്കാൻ കഴിയണം.